ഹായ് എല്ലാവർക്കും ജിഗിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ അമീൻസിൻ്റെ പ്രിപ്പറേഷൻ ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ് പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ഈ പ്രോസസ്സിൻ്റെ പേരാണ് അമോണലിസിസ്. എന്താണ് പ്രോസസ്സിൻ്റെ പേര്? അമോണലിസിസ്. എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആൽക്കൈൽ ഹാലൈഡ്സ് ചെയ്യുന്നു. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ ജനറൽ ഫോർമുലയാണ് RX. ഇതിനകത്ത് R ആണ് ആൽക്കൈൽ ഗ്രൂപ്പ്, X ആണ് ഹാലജൻ. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. സോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ RXനെ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡിനെ അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് NH3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് X റീപ്ലേസ് ആയിട്ട് അവിടെ NH2 വരും. ഓക്കെ, ഇത് എന്ത് ടൈപ്പ് അമീനാണ്? ഇത് പ്രൈമറി അമീനാണ്. കാരണം എന്താണ്? ഒറ്റ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ നൈട്രോജനുമായിട്ട് കണക്റ്റഡ്. ബട്ട് ഈ റിയാക്ഷൻ പിന്നെയും പ്രൊസീഡ് ചെയ്യും, പിന്നെ RXുമായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് സെക്കൻഡറി അമീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതെന്താണ് സെക്കൻഡറി അമീൻ? അവിടെ നിൽക്കത്തില്ല, പിന്നെ ഇത് RXുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ടെർഷറി അമീൻ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ നിൽക്കത്തില്ല, പിന്നെ ഇത് റിയാക്ട് ചെയ്തിട്ട് ക്വാട്ടർണറി അമീൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഞാൻ ചാർജ് ഒന്നും ഇട്ടില്ല, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നൈട്രജൻ 3 കൂടുതൽ ബോൺസ് ഫോം ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഈ നെഗറ്റീവ് ചാർജുള്ള X ഇതിൻ്റെ അടുത്ത് വന്നിരിക്കും. ഇപ്പോൾ ഇത് ന്യൂട്രലാണ്. മനസ്സിലായല്ലോ? നൈട്രജൻ 4 ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇതാണ് അമോണലിസിസ് പ്രോസസ്സ്. ആൽക്കൈൽ ഹാലൈഡ് അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു X റീപ്ലേസ് ചെയ്തിട്ട് NH2 വരുന്നു, പിന്നെ അത് പ്രൈമറി അമീൻ എന്ന് നമ്മൾ പറയുന്നു, പിന്നെയും ഒരു R കൂടെ റീപ്ലേസ് ചെയ്തിട്ട് വരുന്നു, എന്നിട്ട് പിന്നെയും ടെർഷറി ആകുന്നു, പിന്നെ ക്വാട്ടർണറി ആകുന്നു. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ NH3 യൂസ് ചെയ്യുന്നത് XC യൂസ് ചെയ്യണം. ഇത് XC യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൈമറി അമീന് ഫോം ചെയ്തിട്ട് റിയാക്ഷൻ അവിടെ കൊണ്ട് നിൽക്കും, പിന്നെ പ്രൊസീഡ് ചെയ്യത്തില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? പ്രിപ്പറേഷൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ഇതിൻ്റെ പേരാണ് അമോണലിസിസ്. സെക്കൻഡ് ആണ് ഗബ്രിയൽ താലമൈഡ് സിന്തസിസ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ താലിക് ആസിഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് താലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കണം. താലിക് ആസിഡ് നമ്മൾ അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് താലമൈഡ് ഫോം ആവും. എന്ത് ഫോം ആവും? താലമൈഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ആദ്യം നമുക്ക് താലിക് ആസിഡ് ഉണ്ടായിരുന്നു, അതിനെ അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് താലമൈഡ് ഫോം ആകുന്നു. ഇതിവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ബേസുമായിട്ട് ഇത് റിയാക്ട് ചെയ്യും. ബേസ് എന്താ ചെയ്യുന്നത്? ബേസ് ഹൈഡ്രജനെ എക്സ്ട്രാക്ട് ചെയ്യും. ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോൺ H+നെ റിമൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ H ഉണ്ടല്ലേ, ഈ Hനെ ഈ OH എടുത്തിട്ട് H2O ആയിട്ട് റിലീസാകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ബാക്കി നമുക്ക് ഇങ്ങനെ സ്ട്രക്ചറോടെ കിട്ടും. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത് പോകുന്നത്. ഇത് അവിടെ നിൽക്കത്തില്ല. നമ്മൾ RX അല്ലെങ്കിൽ RH ആയിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് ഈ നെഗറ്റീവ് ചാർജിൻ്റെ അവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരും. ഓക്കെ, സോറി, ആൽക്കൈൽ ഹാലൈഡ് അല്ല, ആൽക്കൈൽ ഹാലൈഡ് മാത്രമാണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് Rന് പോസിറ്റീവ് ചാർജ്, Xന് നെഗറ്റീവ് ചാർജ് വരും. ഈ R ഈ പോസിറ്റീവ് ചാർജുള്ള R ഈ നെഗറ്റീവ് ചാർജായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്കായിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇങ്ങനൊരു പ്രൊഡക്റ്റ് നമുക്ക് ഫോം ചെയ്യും. ഇതിവിടെ കൊണ്ട് നിൽക്കുന്നില്ല, നമ്മളിവിടെ ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. ബേസ് നോക്കുമ്പോൾ OH- ഉള്ള എന്തെങ്കിലും കമ്പൗണ്ടാണ് ബേസ്, അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അപ്പോൾ ഈ 2 ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് സോഡിയം സോൾട്ട് ഓഫ് താലിക് ആസിഡും അതിൻ്റെ കൂടെ നമ്മൾ ഏത് അമീനാണോ, ഏത് ആൽക്കൈലാണോ നമ്മൾ ആദ്യം എടുത്തിരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമീനും ഫോം ആകും. മനസ്സിലായല്ലോ? ഇവിടെ ഈ 2 ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, അതിൻ്റെ സ്ഥലത്ത് ഈ ONA ഇവിടെ വരുന്നു, ബേസിൻ്റെ ONA പാർട്ട് ഇവിടെ വരുന്നു. അതാവുമ്പം ഇതിൻ്റെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സോഡിയം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സോഡിയം സോൾട്ട് ഓഫ് താലിക് ആസിഡ് എന്ന് പറയുന്നു. ഇതിൻ്റെ സോഡിയം സോൾട്ട്, കാരണം സോഡിയമാണ് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നത്, അത് വരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഒരു അമീന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് അമീൻസ്. എൻ്റെ പേരാണ് ഗബ്രിയൽ താലമൈഡ് സിന്തസിസ്.
തേർഡ് റിയാക്ഷനിലോട്ട് പോകാം, റിഡക്ഷൻ ഓഫ് നൈട്രോ കമ്പൗണ്ട്സ്. നൈട്രോ കമ്പൗണ്ട്സ് എന്താണ്? NO2 ഗ്രൂപ്പ് ഉള്ള കമ്പൗണ്ട്സിനാണ് നമ്മൾ നൈട്രോ കമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, RNO2. ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ, റെഡ്യൂസ് ചെയ്യുക വെച്ചാൽ എന്താണ്? ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് ഹൈഡ്രജൻ വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസ് ആണ് ഒന്നെങ്കിൽ എന്തെങ്കിലും മെറ്റൽ ഇൻ HCl, SnNHCl യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ H2 പ്ലസ് പലേഡിയം ഇൻ ആൽക്കഹോൾ. ആൽക്കഹോൾ അല്ലേ, ഇത് OH ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ആൽക്കഹോളാണ്. ET എന്ന് വെച്ചാൽ ഈത്തൈൽ ആൽക്കഹോളാണ്. അപ്പം H2 പ്ലസ് പലേഡിയം ഇൻ ഈത്തൈൽ ആൽക്കഹോൾ, അതല്ലെങ്കിൽ SN ഇൻ HCl ഇത് വെച്ച് റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ഈ NO2 റെഡ്യൂസ് ആയി കഴിഞ്ഞിട്ട് NH2 ആകും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെന്താണ്? ഇത് അമീനാണ് അല്ലേ. അപ്പോൾ നൈട്രോ ഗ്രൂപ്പിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് അമീനാക്കി. അടുത്ത മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. നൈട്രൈൽസ് നോക്കുമ്പോൾ എന്താണ്? നൈട്രൈൽസ് നോക്കുമ്പോൾ CN എന്നാണ് നമ്മൾ നൈട്രൈൽ എന്ന് പറയുന്നത്. സൈനൈഡ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻസ് ആണ് ഒന്നെങ്കിൽ H2 പ്ലസ് Ni, അല്ലെങ്കിൽ Na പ്ലസ് EtOH. ഇതിന് ഏതെങ്കിലും റിയേജൻറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ CN റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ CN റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഈ C റെഡ്യൂസ് ചെയ്തിട്ട് CH2 ആകും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന N റെഡ്യൂസ് ചെയ്തിട്ട് NH2 ആകും. അപ്പം ഈ അമീനാണ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പോകുന്നത്. Cൻ്റെ അവിടെ H2 വരും, Nൻ്റെ അവിടെ H2 വരും. അപ്പോൾ അതെന്താണ്? അതൊരു പ്രൈമറി അമീനാണ് അല്ലേ. ഈ നൈട്രജനുമായിട്ട് ഒരു കാർബണെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അമീൻ കിട്ടിയിരിക്കുന്നു. അപ്പം യൂസ് ചെയ്തിരിക്കുന്ന റിയേജൻ്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ LiAlH4 യൂസ് ചെയ്യാവുന്നതാണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡും വേണേൽ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് റിഡക്ഷൻ ഓഫ് അമൈഡ്സ്. അമൈഡ് നോക്കുമ്പോൾ എന്താണ് ഫോർമുല? ഇതാണ് അമൈഡിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാമെങ്കിൽ LiAlH4 യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് സോഡിയം പ്ലസ് ആൽക്കഹോൾ ഇതും യൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കാർബണും ഓക്സിജനും ഈ ഒരു കാർബണിൽ ഗ്രൂപ്പ് റെഡ്യൂസ് ആയിട്ട് CH2 ആകും. അതുകൂടാതെ NH2 ആയിട്ട് തന്നെ ഇരിക്കും. നേരത്തെ രണ്ടിടത്തും കാർബണിൻ്റെ അടുത്തും നൈട്രജൻ്റെ അടുത്തും ഹൈഡ്രജൻ വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി നൈട്രജൻ്റെ അടുത്ത് ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് കാർബണിൻ്റെ അടുത്ത് ഹൈഡ്രജൻ വന്നിട്ട് ഇവിടെ നമുക്ക് ഒരു പ്രൈമറി അമീന് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? അടുത്താണ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രേഡേഷൻ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം എടുക്കുന്ന റിയേജൻ്റ് അമൈഡാണ്. ഇതാണ് അമൈഡ്. ഇവിടെ അമൈഡായിരുന്നു, ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്? അമൈഡാണ്. അമൈഡ് എന്തിൻ്റെ കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്? Br2 അതുകൂടാതെ KOH. ഓക്കെ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും അതുപോലെ Br2ൻ്റെ കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അമീൻ കിട്ടും. അമീൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ CO ഉണ്ടായിരുന്നല്ലോ, അതിവിടെ പോയി. അപ്പോൾ നമുക്ക് ഒരു കാർബൺ ലെസ് ആണ് കിട്ടിയത്. അപ്പോൾ കാർബണിൻ്റെ നമ്പർ ഓഫ് കുറയുന്നതുകൊണ്ടാണ് നമ്മൾ ഡീഗ്രേഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഇതെങ്ങനെ നടക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അമൈഡായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അമൈഡ് ആദ്യം ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, KOHൻ്റെ OH-ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത്, ബേസ് വരുമ്പോഴത്തേക്ക് ഒരു ഹൈഡ്രജൻ റിമൂവ് ആവും. ഇവിടെ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ആകുന്നു. അപ്പോൾ അത് ഒരു ഹൈഡ്രജൻ റിമൂവ് ആകുമ്പോൾ ഹൈഡ്രജൻ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജുമായിട്ട് ഹൈഡ്രജൻ പോകും, ബാക്കി ഇടുന്നുണ്ട് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് Br2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. Br2 നേരത്തെ നമ്മൾ റിയേജൻ്റ് ഇവിടെ എഴുതിയതാണ് Br2. ആ Br2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇപ്പോൾ Br2 എന്നൊക്കെ ഇപ്പോൾ ഒരു ന്യൂട്രലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കോമ്പൗണ്ട്, 2 Br. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു Brന് നെഗറ്റീവ് ചാർജും ഒരു Brന് പോസിറ്റീവ് ചാർജും കിട്ടും. ബട്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യും. ആയിട്ട് നമുക്ക് എന്ത് കോമ്പൗണ്ട് കിട്ടും? നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് പിന്നെയും നമ്മുടെ റിയാക്ഷൻ മീഡിയം ഉണ്ടായിരുന്നത് ബേസ് ഉണ്ട്. ആ ബേസ് പിന്നെയും റിയാക്ട് ചെയ്യുന്നു. ബേസ് എന്താണ് ചെയ്യുന്നത്? ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രജനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് ചാർജ് വരും? ഹൈഡ്രജൻ എപ്പോഴും പോകുമ്പോൾ പോസിറ്റീവ് ചാർജുമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ആദ്യം OH വന്നു, OH മൈനസ് വന്നു, ഇവിടെ Br2 വന്നു, പിന്നെ OH മൈനസ് വന്നു, പിന്നെയും Br2 വരത്തില്ല. അതിൻ്റെ സ്ഥലത്ത് എന്താണ്? റീഅറേഞ്ച്മെൻറ്റ് നടക്കും. റീഅറേഞ്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ട് C ഡബിൾ ബോണ്ട് O N
ഇങ്ങനൊരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനൊരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യും. ഈ ബി ആർ ഇവിടെ നിന്ന് പോകും, ആർ ഈ സൈഡിലോട്ട് വരും, എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. മനസ്സിലായല്ലോ? ബി ആർ ഇവിടെ നിന്ന് പോകും, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ആകും, ആർ ഇങ്ങോട്ട് പോകും, എന്നിട്ട് നമുക്ക് ഇങ്ങനൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇത് KOHൻ്റെ കൂടെ റിയാക്ട് ചെയ്യും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് RNH2 കിട്ടും. ഓക്കെ അല്ലേ? ഇതെന്താണ്? അമീനാണ് അല്ലേ, പ്രൈമറി അമീനാണ്. ഇതാണ് നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്നത്. ആദ്യം ശ്രദ്ധിക്കേണ്ട, ഇവിടെ CO ഉണ്ടായിരുന്നു, ആ CO ഇവിടെ നിന്ന് പോയി അല്ലേ. ഇവിടെ CO ആ കാർബൺ ഉണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ ഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായിരുന്നു? CO ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ CO ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അമൈഡിനെ അമീനിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് അമീൻസിൻ്റെ പ്രിപ്പറേഷനുള്ള എല്ലാ സ്റ്റെപ്പ്. 6 റിയാക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 6 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.